ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തേത് ഒരു ഫുൾ ഡേ വ്ലോഗാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീറ്റപാട് ഒരു ഗ്ലാസ് ചൂട് വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ ഇതാ കുറച്ച് മുന്തിരി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇത് ഭയങ്കര പുളിയുള്ള മുന്തിരിയാണ് കേട്ടോ. പച്ചമുന്തിരി ഭയങ്കര പുളിയുണ്ടായിരുന്നു. എനിക്ക് വായിൽ വെക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിനെ. അങ്ങനെ ഇതാ കുറച്ചെടുത്തിട്ട് നല്ലതെല്ലാം നോക്കിയിട്ട് അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് ടൈം ആകുമ്പോഴത്തേക്ക് അത് കഴിക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ അവിടെ അങ്ങനെ കഴുകി കഴിക്കുന്നത് നല്ലതല്ല, കുറേ കെമിക്കൽസും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നതാണ്. പിന്നെ ഇതാ കുറേ അലക്കാനുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് കുറേ തുണിയുണ്ടേനു. അതുകൊണ്ട് തന്നെ വെയിറ്റ് അധികമായി പോകുമെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ നിന്ന് നോക്കലാന്ന്. അങ്ങനെ 1 മണിക്കൂറിലധികം ടൈം ഉണ്ട് കേട്ടോ അലക്കി കഴിയാൻ വേണ്ടിയിട്ട്. ഇതുവരെ ഇങ്ങനെ എനിക്കിപ്പോൾ 1 മണിക്കൂറിൻ്റെ ഉള്ളിലാവലുണ്ട്. ഇത് കുറേ തുണികളുണ്ടാന്ന്, കുറേ ഡ്രസ്സുള്ളതുകൊണ്ട് കുറേ ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ മുട്ട പുഴുങ്ങാന്ന് വിചാരിച്ചിട്ട് ഒരു മുട്ട എടുത്തിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുണ്ടായത് ഉഴുന്ന ദോശയും ചട്നിയുമാണ്. അപ്പോൾ അതിങ്ങനെ ആ തിന്നുന്ന ടൈം തന്നെ ചുട്ട് തിന്നണം, എന്നാലല്ല അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു നമ്മൾ പപ്പട ദോശ എന്നാണ് പറയുക. ഇത് നല്ല ആ ഒരു ക്രിസ്പി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ കുറേ എല്ലാവരും കഴിച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ ഇതാ എനിക്ക് വേണ്ട ദോശ ചുട്ടെടുക്കലാന്ന്. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ദോശ ഒരു ലെവൽ കിട്ടിയിട്ടില്ല. ഒരുമാതിരി സാധാ പച്ചരി ദോശ പോലെ ആയിപ്പോയിട്ടുണ്ടേനു. ഫസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തിലും നല്ല വൃത്തിക്ക് നല്ല പപ്പടം പോലെ ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ ദോശയെല്ലാം ഒഴിച്ച് മൂടി വെച്ച് അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ആ ബാക്കി പരിപാടിയെല്ലാം നോക്കിനെ. പിന്നെ ഇതാ എനിക്ക് കണ്ണൂർ ടൗണിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടുണ്ടേനു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം പെട്ടെന്നാക്കിയിട്ട് തന്നെ അധികം വീഡിയോസൊന്നും പിന്നെ അങ്ങനെ എടുത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇതാ തിരക്ക് പിടിച്ച് അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കലാന്ന്. കുറച്ചധികം പണികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫോണിൻ്റെ കേസൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് മൊബൈൽ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മോൾക്ക് എടുത്ത ഒരു ഡ്രസ്സ് ചെറുതായിട്ട് അതൊന്ന് മാറ്റിയെടുക്കാനും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കുഞ്ഞി എന്തെല്ലോ പണികളെല്ലാം ഉണ്ടായിട്ട് അതെല്ലാം കഴിഞ്ഞിതാ ബസ്സിൽ കയറി ഇരുന്നിട്ടുണ്ട്. നമ്മൾ നാട്ടിലേക്കുള്ള ബസ് ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നിർത്തി വെക്കും കേട്ടോ, എന്നിട്ട് പോകും. അങ്ങനെ ഇതാ വീട്ടിലെത്തുമ്പോൾ തന്നെ 3:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര വിശപ്പുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ചോറും ചെമ്മീൻ കറിയും ചെമ്മീൻ ഫ്രൈയും വേണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ തലയും ചെമ്മീനും എല്ലാം ഇട്ടിട്ടുള്ള ഒരു ഫ്രൈ ആയിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിയൊന്നും വേണ്ട, ഒരു ഫ്രൈ മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. രണ്ടും കൽപ്പിച്ച് ഓർഡർ ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ. കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിയിൽ ഓർഡർ ആക്കിയതാണ്. അപ്പോൾ വലിയ ബോക്സ് ആയതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ആക്കാൻ നേരില്ലാണ്ട് തന്നെ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ആയി എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിന് ഒരു സ്റ്റൂൾ പോലെല്ലാം തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ ഓർഡർ ചെയ്തത് മിനി സ്വിങ് മെഷീനാണ്. അപ്പോൾ കുറേ ആയി കേട്ടോ ഇതൊന്ന് ഓർഡർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കുറേ റിവ്യൂവും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് എന്നിട്ട് ഓർഡർ ചെയ്തിന്. എന്നാലും ഭയങ്കര പേടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറേ ആൾ നെഗറ്റീവ് റിവ്യൂ എല്ലാം ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതാ കുറേ കുഞ്ഞു സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. കുറേ ത്രെഡും സൂചിയും കുറേ എന്തെല്ലോ അങ്ങനെ കുഞ്ഞു സംഭവങ്ങളും പിന്നെ ചാർജർ അതിൻ്റെ ഓരോ ഐറ്റംസ് എല്ലാം മൊത്തത്തിൽ പാക്ക് ചെയ്തിട്ട് നല്ല അടിപൊളി പാക്കിംഗ് അല്ലേനും കേട്ടോ. അങ്ങനെ ഇതാ പെട്ടെന്ന് തന്നെ അതെല്ലാം എടുത്ത് ഓപ്പണാക്കി നോക്കുന്നുണ്ട് എന്തെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ആ ഒരു ഇതിൽ ഫോട്ടോയിൽ കടെല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യലേനു. അപ്പോൾ ഇതാ ഈ ഒരു ബോക്സിൽ എല്ലാം ഉണ്ട് കേട്ടോ. കുറച്ചധികം ടൈപ്പ് നൂലും നമുക്ക് സിസറും അങ്ങനെ കുറച്ച് സംഭവങ്ങളെല്ലാം ഉണ്ട്. ടാപ്പ് എല്ലാം അങ്ങനെ കുറച്ചധികം സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കണമല്ലോ, ആവുന്നുണ്ടോ വർക്ക് ആവുന്നുണ്ടോ. അതുകൊണ്ട് ഇതാ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. അപ്പോൾ അല്ലേ ഗൈസ് പണി പാളിന്ന് മനസ്സിലായത്. സ്റ്റിച്ച് വീഴുന്നുണ്ടായിട്ടില്ല. ഫസ്റ്റ് ഒരു സ്റ്റിച്ച് വീണിട്ട് പിന്നെ വീഴുന്നേ ഉണ്ടായിട്ടില്ല. എന്ത് കളി കളിച്ചിട്ടും വീഴുന്നുണ്ടായിട്ടില്ല. യൂട്യൂബിലും നോക്കി എല്ലാം നോക്കി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന്. എന്നിട്ട് സ്റ്റിച്ച് വീഴുന്നുണ്ടായിട്ടില്ല. ആരും യൂസ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്തതാണെന്ന് ആയതുകൊണ്ടോ എന്നറിയില്ല. നൂലെല്ലാം ഓൾറെഡി അതിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഉമ്മ ഇവിടുന്ന് മീൻ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 പൂച്ച കാവലിരിക്കുന്നുണ്ട് കേട്ടോ മീനിന് വേണ്ടിയിട്ട്. പിന്നെ ഇതാ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ വൈകുന്നേരം. അങ്ങനെ ഇതാ പുറത്ത് കുറച്ച് നടന്ന് കളിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ ഇതാ പുറത്തേക്കൂടെ ഇങ്ങനെ മോളിയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്.
അപ്പോൾ കാക്കയും പൂച്ചനെല്ലാം കണ്ടാൽ പിന്നെ നമുക്കത് മതി കേട്ടോ. കാക്കേ 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 കാക്ക പോയി കാക്കേ കാക്കേ. അങ്ങനെ ഇതാ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മുറ്റത്തൂടെ നടക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരത്തെ ആ ഒരു നല്ല കുഞ്ഞു കാറ്റും എല്ലാം കൊണ്ട് ഇങ്ങനെ മുറ്റത്തുനിന്ന് പിന്നെ ഉള്ളിലേക്ക് കയറാൻ തോന്നിയിട്ടേ ഉണ്ടായിട്ടില്ല. നോക്കാന്നെങ്കിൽ പിന്നെ മുറ്റത്തിറങ്ങിയാൽ പിന്നെ വേറൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ മുറ്റത്തോട്ട് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ കൈ പിടിക്കാൻ വരെ വിടൂല, ഒറ്റയ്ക്ക് അങ്ങനെ നടക്കണം. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് ഉമ്മ സമൂസ ആക്കാമെന്നും പറഞ്ഞിട്ട് ചിക്കൻ മസാല എല്ലാം ആക്കി വെച്ച് സമൂസ എല്ലാം റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സമൂസ എൻ്റെ ഫേവററ്റാണ്. അപ്പോൾ അതെല്ലാം കഴിച്ച് കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ബ്രെഡിൽ കുറച്ച് തേങ്ങയും തേനും ഇട്ടിട്ട് അതും കൂടി കഴിച്ചു. പിന്നെ ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടേനു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോരെ. അപ്പോൾ നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ബായ്.